Good morning, all. Good morning. Okay. So in the last class, we discussed uh, Huffman coding, arithmetic coding, as well as dictionary-based coding techniques. So we'll do more problems in the last session of this module. So now we are going to discuss a new topic, that is wavelet transform-based image compression. That is another technique widely used in image compression schemes, that is wavelet transform. Wavelet transform-based image compression. Wavelet transform based image compression. Wavelet transform based image compression. Okay. കാണുന്നില്ല, ബോർഡ് കാണുന്നില്ല, okay, fine. Okay, so actually we have already studied different transforms, that is Fourier transform, Z transform, Laplace transforms, and DCT, discrete cosine transform, discrete Fourier transform. So what is the main use of this transform? In the case of signal processing, we are using this transform to convert the domain, I mean changing the domain. The time domain signal will be represented in frequency domain using these transforms. Okay. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? ടൈമിൽ നിന്ന് ഫ്രീക്വൻസിയിലേക്ക് വി ആർ കൺവേർട്ടിംഗ് ദറ്റ് പെർട്ടിക്കുലർ സിഗ്നൽ, അതായത് ആ സിഗ്നലിന്റെ ഡൊമൈനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിലും DCT ആണെങ്കിലും കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിലും ഒക്കെ എന്താ ചെയ്യുന്നത്? ഏത് ടൈമിൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് മാറ്റും. അതർവൈസ് യൂസിങ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം വി ആർ കൺവേർട്ടിംഗ് ദ representation in frequency domain to time domain അല്ല. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫോംസ് വെച്ച് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ അറ്റ് എ ടൈം നമുക്ക് രണ്ടും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ either you can view signal in frequency domain, otherwise in time domain. You cannot simultaneously view the signal representation, I mean signal in both frequency domain as well as in time domain അല്ല. നമുക്ക് രണ്ടിലും ഒരുമിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിനെ വ്യൂ ചെയ്യാൻ പറ്റില്ല. കേൾക്കുന്നില്ല പറയുന്നത്? അശ്വിത കേൾക്കുന്നില്ല? ഓക്കെ. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേ പറ്റുള്ളൂ? ഒന്നുകിൽ ടൈം ഡൊമൈനിൽ നിങ്ങൾക്ക് സിഗ്നലിനെ കാണാൻ പറ്റും. യു ക്യാൻ വ്യൂ ദറ്റ് സിഗ്നൽ ഇൻ ദ ടൈം ഡൊമൈൻ, അതർവൈസ് യു ക്യാൻ വ്യൂ ദറ്റ് സിഗ്നൽ ഇൻ ദ ഫ്രീക്വൻസി ഡൊമൈൻ. അത് മാത്രം. അല്ലെങ്കിൽ ഇമേജിന്റെ കേസിലാണെങ്കിൽ എന്താണ്? either you can view that particular image in the spatial domain or in frequency domain അല്ലേ, ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോം method that provide time frequency representation of things. നമുക്ക് both time frequency representation, അതായത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറ്റ് എ ടൈം ഒരു സിഗ്നലിന്റെ ടൈം ഡൊമൈനിലുള്ള റെപ്രസെന്റേഷനും അതുപോലെ തന്നെ ആ പെർട്ടിക്കുലർ സിഗ്നലിന്റെ തന്നെ എന്താണ് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെപ്രസെന്റേഷനും നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കാണാൻ പറ്റും. സോ ദ വേവ്ലെറ്റ് ട്രാൻസ്ഫോം പ്രൊവൈഡ് ടൈം ഫ്രീക്വൻസി റെപ്രസെന്റേഷൻ ഓഫ് ദ സിഗ്നൽ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അതാണ് അതിന്റെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത്. ഒരു 5 മാർക്സ് 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിന്റെ എന്താണ് ഹൗ ഇറ്റ് വിൽ ബി ആപ്ലിക്കബിൾ ഇൻ ഇമേജ് പ്രോസസ്സിംഗ്, അത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം വേവ്ലെറ്റ് ട്രാൻസ്ഫോമിന്റെ പ്രത്യേകത എന്താണ് കമ്പയർ ടു ഫോറിയർ ട്രാൻസ്ഫോം ഓർ കൊസൈൻ ട്രാൻസ്ഫോം? നമുക്ക് അറ്റ് എ ടൈം വി ക്യാൻ വ്യൂ ദ പെർട്ടിക്കുലർ സിഗ്നൽ ഇൻ ബോത്ത് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ആസ് വെൽ ആസ് ഇൻ ടൈം ഡൊമൈൻ അല്ലേ. അതിനെയാണ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻ ഇമേജ് കംപ്രഷൻ വേവ്ലെറ്റ് ട്രാൻസ്ഫോം are used for decomposing image into set of different resolution of sub images. Okay, അപ്പോൾ ഇതിൽ ഇമേജ് പ്രോസസ്സിംഗിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡീകമ്പോസിഷൻ ഓഫ് ആൻ ഇമേജ്. നമ്മൾ ഇമേജിനെ ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസിഷൻ ഓഫ് ഇമേജസ് ഇൻറ്റു
sub images, okay, sub images, okay, corresponding to various frequency bands, okay, various frequency bands അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് സബ് ഇമേജസ് ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. Okay, so that is the main procedure or main application of a wavelet transform in image compression scheme. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ വേവ്ലെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജിനെ ഡിഫറെൻറ്റ് ഇമേജസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, സബ് ഇമേജസ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് ഓരോ ഇമേജും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സിനായിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജ് പ്രോസസ്സിംഗിൽ വേവ്ലെറ്റ് ട്രാൻസ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഡിഫറെൻറ്റ് സബ് ഇമേജസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് സബ് ഇമേജസ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് റെസൊല്യൂഷൻ ആയിരിക്കും, ഓരോ ഇമേജസും having different resolution. Okay, so this procedure is called multi-resolution analysis or multi-representation of images. Multi-resolution representation of signal. Multi-resolution representation of images. Okay. Okay, so we can view the particular images both in spatial domain as well as in frequency domain. നമുക്ക് രണ്ട് ഡൊമൈനിലും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം, സൈമൾട്ടേനിയസ് ആയിട്ട് സ്പേഷ്യൽ ഡൊമൈനിലും ഫ്രീക്വൻസി ഡൊമൈനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഒരു ലാർജ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരു സെപ്പറേറ്റ് പിന്നെ ടോപ്പിക് തന്നെയാണ്, സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട. അതിൽ പറയാനാണെങ്കിൽ ഇക്വേഷൻസും സിഗ്നൽസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ പറയണം. പക്ഷെ നമ്മൾ ഹൗ ഇറ്റ് വിൽ ബി അപ്ലിക്കബിൾ ഇൻ ഇമേജ് പ്രോസസ്സിംഗ് ഓർ ഇമേജ് കംപ്രഷൻ, അത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വെൻ വി ആർ അപ്ലൈയിങ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം ടു എ പെർട്ടിക്കുലർ ഇമേജ്, ഇറ്റ് വിൽ ബി ഡീകമ്പോസ്ഡ് ഇൻടു ഡിഫറെൻറ്റ് സബ് ഇമേജസ്, ഓക്കെ, ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി bands. Okay, so we can localize this images both in frequency domain as well as in spatial domain. Okay, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചില പ്രൊസീജിയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഒരു ഇമേജിനെ ഡിഫറെൻറ്റ് സബ് ഇമേജസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് ഡിഫറെൻറ്റ് റെസൊല്യൂഷൻ യൂസിങ് ദിസ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം. സോ ദാറ്റ് റെപ്രസെൻറ്റേഷൻ ഈസ് നോൺ ആസ് മൾട്ടി റെസൊല്യൂഷൻ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഇതിനെങ്ങനെയാണ് ഈ പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആ മൾട്ടി റെസൊല്യൂഷൻ അനാലിസിസിൽ വരുന്ന സ്റ്റെപ്സ് ആണ് ഒന്ന് സബ് ബാൻഡ് കോഡിംഗ്. സോ ദിസ് സബ് ബാൻഡ് കോഡിംഗ് ഈസ് applied to images for getting different sub images with different resolution. Okay, for sub band coding എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവും. ഓക്കെ, so that input signal will be subdivided into several frequency band, different ആയിട്ടുള്ള frequency band ആയിട്ട് കൺവേർട്ട് ചെയ്യും. Okay, an input image or input signal will be converted into different frequency bands, that is known as sub-band coding. Okay, so this is achieved through different filter bands. Okay, നമ്മൾ ഒരുപാട് ഫിൽറ്റേഴ്സ് വെച്ചു, ആ ഫിൽറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ സബ് ബാൻഡ് കോഡിംഗ് ക്യാൻ ബി implemented through filter bank. Okay, a filter bank is a collection of filter having either a common input or common output. അപ്പോൾ ഫിൽറ്റർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു കോമൺ ഇൻപുട്ടോ ഒരു കോമൺ ഔട്ട്പുട്ടോ ഉള്ള സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഫിൽറ്റേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇൻപുട്ട് ഉണ്ടാവും അല്ലേ, ആ ഒരു ഇൻപുട്ട് എന്ത് ചെയ്യാൻ കുറേ ഫിൽറ്റർ ബാങ്കിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, കുറേ ഫിൽറ്റേഴ്സിലേക്ക് കൊടുക്കും. ഓക്കെ, എന്നിട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ്. ഓക്കെ, ഇത് ഫിൽറ്റർ 1, ഫിൽറ്റർ 2, ഫിൽറ്റർ 3, അങ്ങനെ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് വിൽ ബി ദർ. ക്ലിയർ ആണെന്നല്ലേ പറയുന്നത്? ഓക്കെ, അപ്പം സെയിം സിഗ്നൽ തന്നെ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സിലേക്ക് കൂടി നമ്മൾ കൊടുക്കും. ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ്. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് വിൽ ബി അവൈലബിൾ ആഫ്റ്റർ വി ആർ giving inputs to different filters. Okay, otherwise the filters, okay, so different inputs will be given to filters and we will be having a single output. Okay,
This is also possible using filter banks. Okay. So a filter bank is a collection of filters having either a common inputs or a common output. Okay. And if we are sharing a common input, then the filter bank is called analysis bank. Okay. And if we are sharing a common input, then the particular filter bank is called analysis bank. And when they are shared common output, then it will be called synthesis bank. Okay. Synthesis bank. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഒരു സിഗ്നൽ തന്നെ കുറേ ഫിൽറ്റേഴ്സിലേക്ക് കൊടുക്കും, കുറേ റേഞ്ചുള്ള ഒരു സെറ്റ് ഓഫ് ഫിൽറ്റേഴ്സിലേക്ക് കൊടുക്കും. അപ്പോൾ ആ സിഗ്നലിൽ എന്താ നമുക്ക് കിട്ടുന്നതാവുക? ആ ഒരേ സിഗ്നലിൽ തന്നെ ഡിഫറെൻറ്റ് ബാൻഡ്സ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് സബ് ബാൻഡ്സ് വിൽ ബി അവൈലബിൾ ആസ് ഔട്ട്പുട്ട്. അപ്പം ഇഫ് യു ആർ ഷെയറിംഗ് എ സിംഗിൾ ഇൻപുട്ട് ടു എ ഫിൽറ്റർ ബാൻഡ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് അനാലിസിസ് ബാൻഡ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അനാലിസിസ് ബാൻഡാണ്. Similarly, if you are having a single output, then it will be called synthesis band. Okay, when they are sharing a common output, then it will be called synthesis band. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സൗമ്യ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി if you are using a wavelet transform or a discrete wavelet transform, the image signal can be analyzed by passing through a filter bank. Okay, and we will be having different images with according to those particular bands. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഇമേജ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡിഫറെൻറ്റ് ഫിൽറ്റർ ബാങ്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടും? ഇതേപോലെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഇമേജസ് ആക്കിയിട്ട് സബ് ഇമേജസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഇമേജിനെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി മൾട്ടി റെസൊല്യൂഷൻ അനാലിസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഇമേജസിന് ഡിഫറെൻറ്റ് സബ് ഇമേജസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് വേവ്ലെറ്റ് ട്രാൻസ്ഫോം. യൂസിങ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം വി ആർ കൺവേർട്ടിംഗ് ദ എൻറ്റയർ ഇമേജസ് ഇൻടു ഡിഫറെൻറ്റ് സബ് ഇമേജസ്. ഓക്കെ, അതിനാണ് മൾട്ടി റെസൊല്യൂഷൻ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പം നോക്കാം. നമുക്കിപ്പം ഇവിടെയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം വരക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, you can draw this figure.
So this is known as wavelet decomposition. Okay, so what is happening here is, കാണുന്നില്ല, ഫിഗർ കാണുന്നില്ല, ദീപ്തി കാണുന്നില്ല ഫിഗർ? കാണുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തിടുക. So what is the procedure here? The image signal can be analyzed by passing through a filter. Okay, it can be analyzed. So here we are having analysis filter. Okay, അപ്പോൾ അനാലിസിസ് ഫിൽറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡെസിമേഷൻ പ്രോസസ്, അതായത് ഇവിടെ ഞാൻ ബൈ ഈ 2 എന്ന് കാണിക്കുന്ന എന്താണ്, നമ്മൾ അതിനെ ഡെസിമേറ്റ് ചെയ്യുന്നത്. ഡെസിമേറ്റ് എന്ന് വെച്ചാൽ വി ആർ റിമൂവിങ് സം പിക്സൽസ്, അതിൻ്റെ റേറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റർപോളേഷൻ ഡെസിമേഷൻ. അപ്പം ലോവർ റേറ്റിലേക്ക് നമ്മൾ മാറ്റുന്ന പ്രൊസീജിയറിനാണ്, സാമ്പിൾസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡെസിമേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഒരു അനാലിസിസ് ബാൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ആൻ അനാലിസിസ് ബാൻഡ്. അപ്പോൾ അതിലെന്തുണ്ട്, ഒരു ലോ പാസ് ഫിൽറ്റർ ഉണ്ടാവും, ഒരു ഹൈ പാസ് ഫിൽറ്റർ ഉണ്ടാവും. ഓക്കെ, ഒരു ലോ പാസ് ഫിൽറ്റർ, ഓരോ ഡീകമ്പോസിഷൻ സ്റ്റേജിലും എന്തുണ്ടാവും, ഒരു ലോ പാസ് ഫിൽറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹൈ പാസ് ഫിൽറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ദ ലോ പാസ് ഫിൽറ്റർ കറസ്പോണ്ട്സ് ടു ആവറേജിങ് ഓപ്പറേഷൻ അല്ലേ, ആൻഡ് ഹൈ പാസ് ഫിൽറ്റർ കറസ്പോണ്ട്സ് ടു ഡിഫറൻഷിയേറ്റിംഗ് ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് ഷാർപ്പനിങ് ആൻഡ് ആവറേജിങ് വിൽ ബി done using this low pass filter and high pass filter. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഇപ്പോൾ ഒരു ഇമേജ് നമ്മൾ ഇതിൽ ലോ പാസ് ഫിൽറ്ററിലേക്ക് കടത്തി വരുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുക, ആവറേജിങ് ആയിരിക്കും ഇവിടെ സംഭവിക്കുക. ഓക്കെ, സിമിലർലി ദ ലോ പാസ് ഫിൽറ്റർ വിൽ സപ്രസ് ഷാർപ്പ് ഡിസ്കണ്ടിന്യൂറ്റീസ്, ഐ മീൻ edges, boundaries will be suppressed using this low pass filter. Similarly, high pass filter will pass these discontinuities, edges, etc. So ഇവിടെ എന്താ നടക്കുക, ഷാർപ്പനിങ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ ആവറേജിങ് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് നടക്കുക. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അശ്വിത മനസ്സിലാവുന്നില്ല? ഒരു ഇമേജ് പാസ് ചെയ്യുമ്പോൾ ഇമേജ് ഇവിടെ ഒരു കോമൺ ഇൻപുട്ട് നമ്മൾ എടുക്കുന്ന അനാലിസിസ് ആണ്. സോ ദ സെയിം ഇമേജ് വിൽ ബി പാസ്ഡ് ത്രൂ ആവറേജിങ് ഫിൽറ്റർ ആസ് വെൽ ആസ് ഷാർപ്പനിങ് ഫിൽറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇമേജ് കിട്ടും അല്ലേ, ഇവിടെ അതുപോലെ എന്തുണ്ടാവും, നമുക്ക് ഒരു ഇമേജ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എല്ലാം എന്തായിരിക്കും, എഡ്ജസും ബൗണ്ടറീസ് ആയിരിക്കും നമുക്ക് ഈ ഇമേജിൽ ഉണ്ടാവുക. ഇവിടെ നമുക്ക് എക്സാക്ട്ലി ആ എഡ്ജസും ബൗണ്ടറീസും ഇല്ലാത്ത ഇമേജസ്, കുറച്ച് അതിന് റിമൂവ് ചെയ്ത് കളഞ്ഞ ഇമേജസ് ആയിരിക്കും നമുക്ക് ഇവിടെ ലോ പാസ് ഫിൽറ്റർ കിട്ടുക. ഈ രണ്ട് ഇമേജിനെ നമ്മൾ ഇവിടെ എന്തുണ്ട്, ഡെസിമേറ്റ് ചെയ്യുന്നത്. ഡെസിമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്പർ ഓഫ് സാമ്പിൾസ് വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ഇമേജിന്റെ സൈസ് എന്താവും, റെഡ്യൂസ് ആവും. ഓക്കെ, ബൈ 2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത്രയും നമ്പർ ഓഫ് സാമ്പിൾസ് വിൽ ബി അവോയ്ഡഡ് ഫ്രം ദ പെർട്ടിക്കുലർ ഇമേജ്. ഓക്കെ, അങ്ങനെ നമുക്ക് റെഡ്യൂസ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും ഈ രണ്ട് കേസിലും കിട്ടുക. എഗെയിൻ ഈ ഇമേജ് എന്ത് ചെയ്യും, വീണ്ടും ഒരു ഫിൽറ്റർ ബാങ്കിലെ പാസ് ചെയ്യും അല്ലേ, ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റോ പ്രസ്സിങ്ങും കോളം പ്രസ്സിങ്ങും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെയും അഗെയിൻ നമുക്ക് എന്ത് ചെയ്യും, ആവറേജിങ് നടക്കും, അതുപോലെ തന്നെ ഷാർപ്പനിങ് നടക്കും. അപ്പം ഈ ഇമേജിന് വീണ്ടും ആവറേജ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. സിമിലർലി ഇവിടെ എന്തായിരിക്കും, നമുക്ക് അതിനെ ഷാർപ്പൻ ചെയ്ത വീണ്ടും അഡ്ജസ്റ്റ് ഒക്കെ റിമൂവ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ അങ്ങനെ താഴെ ഇതേപോലെ തന്നെ ഇവിടെയുള്ള എൻ്റെ ലോ പാസ് വാല്യൂസ് വിൽ ബി അവൈലബിൾ ഹിയർ. സിമിലർലി ദ ഹൈ പാസ് വാല്യൂ വിൽ ബി, I mean, edges and with boundaries, discontinuities will be available here. Okay, again it will be decomposed by using decimation operation. Okay, ഇവിടെയും റേറ്റ് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ബാൻഡ്സ് ആക്കിയിട്ട് ഡിഫറെൻറ്റ് ഇമേജസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൽ എന്തായിരിക്കും, LL ബാൻഡ്, LH ബാൻഡ്, HL ബാൻഡ്, HH ബാൻഡ് എന്നിട്ട് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യും. LL ബാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഇമേജ് എങ്ങനെ കിട്ടുകയാണ്, നമുക്ക് 2 പ്രാവശ്യം ലോ പാസ് ഫിൽറ്ററിംഗ് കൊണ്ട് നമുക്ക് കിട്ടുകയാണ് അല്ലേ. അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ പാസ് ഫിൽറ്റേഴ്സിൽ കൂടി മാത്രം കിട്ടിയ ഔട്ട്പുട്ട് ആയിരിക്കും LL ബാൻഡ്. സിമിലർലി അടുത്ത എന്തായിരിക്കും, LH ബാൻഡ് എന്നായിരിക്കും. ഫസ്റ്റ് ദാറ്റ് വിൽ ബി പാസ്ഡ് ത്രൂ എ ലോ പാസ് ഫിൽറ്റർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി പാസ്ഡ് ത്രൂ എ ഹൈ പാസ് ഫിൽറ്റർ. അങ്ങനെ കിട്ടിയ ബാൻഡാണ് LH ബാൻഡ്. സിമിലർലി വിൽ ഗെറ്റ് HL ബാൻഡ് ആൻഡ് HH ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ബാൻഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇമേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ LL ബാൻഡിലായിരിക്കും നമുക്ക് വേണ്ട സ്പേഷ്യൽ ഡൊമൈൻ ഇൻഫർമേഷൻസ് കൂടുതലുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഈ LL ബാൻഡിലായിരിക്കും കൂടുതൽ ഇൻഫർമേഷൻ, അതായത് എന്താ പറയുക, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് ആ ലോവസ്റ്റ് ഫ്രീക്വൻസി വാല്യൂസ് ആയിരിക്കും.
ആ ലോസ്റ്റ് ഫ്രീക്വൻസി ബാൻഡിലുള്ള ഇൻഫർമേഷൻസിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ബാക്കി ഇമേജസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്ത് കളയും. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഹർഷ മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ എന്താ കിട്ടുന്നത്, നമുക്ക് ഡിഫറെന്റ് ബാൻഡ് ആയിട്ട് കിട്ടും. നമുക്ക് 2 ഡയമെൻഷണൽ ഡീകമ്പോസിഷൻ നടക്കണമെങ്കിൽ നമുക്ക് ആദ്യം റോ വൈസ് പ്രോസസ് ചെയ്യേണ്ടി വരും, പിന്നെ കോളം വൈസ് പ്രോസസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് ഡിഫറെന്റ് ബാൻഡ്സ്. ഹിയർ വി ആർ ഗെറ്റിംഗ് 4 bands, LL band, LH band, HL band and HH band. And significant information will be available in the low frequency band, that is LL band. ബാക്കിയൊക്കെ എന്തായിരിക്കും, അഡ്ജസ്റ്റും ഡിസ്കണ്ടിന്യൂറ്റീസ് ആയിരിക്കും ഇവിടെയുള്ള ഹൈ ഫ്രീക്വൻസി ബാൻഡ്സിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, നമുക്ക് കിട്ടുന്നത് LL ബാൻഡിലായിരിക്കും. അപ്പം ഇതിനെയൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മുടെ ഇമേജ് എന്തായി, കംപ്രസ്ഡ് ഫോർമാറ്റിലേക്ക് മാറി. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇമേജിനെ നമ്മൾ എന്താക്കി മാറ്റി, ഇവിടെയുള്ള LL ബാൻഡ് മാത്രമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇമേജ് വിത്ത് റിമൂവിങ് റിഡൻഡൻസി, ഐ മീൻ റിമൂവിങ് ഹൈ പാസ്, ഐ മീൻ ഹൈ ഫ്രീക്വൻസി വാല്യൂസ്. അപ്പോൾ ഈ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വേവ്ലെറ്റ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വേറെ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നീറ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. Okay, so we are applying, suppose that that is a 256 into 256 image. നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, 256 into 256. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താ കിട്ടുക, ഇമേജിൽ നമ്മൾ പറഞ്ഞു ഡീകമ്പോസ് ചെയ്യുന്നു പറഞ്ഞു. ഇമേജ് ഡീകമ്പോസ് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടി, L അല്ല LH. Here we are having XL and XH. Okay, so this image will be having the size of 128 into 128. Then here we will be having 128 into 128, 128 into 128. Okay, so these are the sub images. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഇമേജ് എന്തായി, ഡിഫറെന്റ് സബ് ഇമേജസ് ആയിട്ട് മാറി. അപ്പോൾ ഈ LL എന്താ കൂടുതലായിട്ടുണ്ടായി, ഇതിലായിരിക്കും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക. മനസ്സിലായോ? ബാക്കി ഇതിലൊക്കെ എന്തായിരിക്കും, ഡിസ്കണ്ടിന്യൂറ്റീസ്, അതായത് എഡ്ജസും ബൗണ്ടറീസും ആയിരിക്കും ഈ ബാക്കി ബാൻഡ്സിലെല്ലാം ഉണ്ടാവും. അപ്പം നമുക്കൊരു ഇമേജിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോ ഫ്രീക്വൻസി ബാൻഡിലായിരിക്കും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നമ്മൾ പറയും ഫസ്റ്റ് ലെവൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. ഫസ്റ്റ് ലെവൽ ഡീകമ്പോസിഷൻ. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും കംപ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ LL ബാൻഡിനെ മാത്രമായിട്ട് എടുക്കുക. അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യും, സപ്പോസ് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇവിടെയുള്ള LL ബാൻഡിനെ നമുക്ക് വീണ്ടും 4 ആയിട്ട് കംപ്രസ് ചെയ്യാം. ഇത് LH, XH. ഓക്കെ, സോ ഫിൽറ്റർ ബാങ്ക് വിൽ ബി, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, L L L L അല്ലേ. അഗൈൻ ഇവിടെ എന്ത് വരും, L L L H, ഇവിടെ L L XL and ഇവിടെ L L XH. Okay, this image will be again decomposed into 4. That is, ഇപ്പോൾ ഇവിടെയുള്ള സൈസ് എത്രയായിരിക്കും, ഓരോ ഇമേജും 64 into 64 ആയിട്ട് മാറും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? വീണ്ടും ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള LL ലോ ഫ്രീക്വൻസി ബാൻഡ് നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യും, അതിനെ വീണ്ടും എന്താക്കി മാറ്റും, നമ്മൾ സബ് ഇമേജസ് ആക്കി കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ഡു തേർഡ് ലെവൽ ഓഫ് ഡീകമ്പോസിഷൻ, യു നീഡ് ടു ഡീകമ്പോസ് ദാറ്റ് പെർട്ടിക്കുലർ ലോ ഫ്രീക്വൻസി ബാൻഡ് ഇമേജ്. ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ശിശിര മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? വേവ്ലെറ്റ് ഡീകമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇൻഫർമേഷൻ ഇതിലായിരിക്കും ഉണ്ടാവുക, കൂടുതൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഉണ്ടാകുന്ന ഇതിലായിരിക്കും. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഇതിങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും, ഈ അഡ്ജസ്റ്റും ബൗണ്ടറീസും ഇതിലുള്ള കുറേ ഇൻഫർമേഷൻ നമുക്ക് പോകും. അപ്പം നിങ്ങൾ എത്രത്തോളം ഡീകമ്പോസ് ചെയ്യുന്നോ അത്രത്തോളം ഇമേജ് കംപ്രസ്ഡ് ആവും, പക്ഷേ ദ ഡാറ്റ വിൽ ബി ലോസ്റ്റ്. മനസ്സിലാവുന്നില്ല? യു വിൽ ബി ലോസിങ് ഡാറ്റ വൈ ഡൂയിങ് മോർ ആൻഡ് മോർ ഡീകമ്പോസിഷൻ. പക്ഷെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞ അനാലിസിസ് ആണ് അല്ലേ. ഇതേ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇമേജിനെ നമുക്ക്
ഡീകംപ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒറിജിനൽ ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും യൂസിങ് സിന്തസിസ് ബാങ്ക്. ഇതേ ഫിൽറ്റർ ബാങ്കിന്റെ തന്നെ സിന്തസിസ് സെക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ തിരിച്ച് ഒറിജിനൽ ഇമേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ കംപ്രഷനും അതിന് തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം ഫിൽറ്റർ ബാങ്ക് വെച്ചിട്ട് സിന്തസിസ് സെക്ഷൻ യൂസ് ചെയ്താൽ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഓരോ ഇമേജസും യു വിൽ ബി ഹാവിംഗ് ലോട്ട് ഓഫ് ഇൻപുട്സ് ആൻഡ് യു ആർ ഷെയറിങ് ഓൺലി വൺ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ ഒറിജിനൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമിലർ പ്രൊസീജിയർ വെച്ചിട്ട് ഡീകംപ്രസ് ചെയ്യാനും പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ പറഞ്ഞ ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അതിനാണ് വേവ്ലെറ്റ് ഡീകംപോസിഷൻ. അതിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിഗേഴ്സ് ഒക്കെ വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഹൗ ഇറ്റ് വിൽ ബി അപ്ലിക്കബിൾ ഇൻ ഇമേജ് പ്രോസസ്സിംഗ്. വേവ്ലെറ്റ് ട്രാൻസ്ഫോർമിസ്റ്റ് എന്താണെന്ന് നോക്കും, മൾട്ടി റെസൊല്യൂഷൻ അനാലിസിസ് എന്താണെന്ന് നോക്കും. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഫിഗേഴ്സ് ഒക്കെ വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ് ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ പറയുന്നത് വേവ്ലെറ്റ് മൾട്ടി റെപ്രസെൻറ്റേഷൻ ഓഫ് ഇമേജ് ഓർ മൾട്ടി റെസൊല്യൂഷൻ ഓഫ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഫസ്റ്റ് ലെവൽ ഡീകംപോസ് ചെയ്യും. നമ്മൾ ഓരോ പ്രാവശ്യം ഡീകംപോസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ദ ഇമേജ് വിൽ ബി കംപ്രസ്ഡ് മോർ. ഓക്കെ, അതായത് അതിൻ്റെ എല്ലാ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിന് റിമൂവ് ചെയ്ത് പോകും. എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഏറ്റവും ലോവസ്റ്റ് ബാൻഡിലായിരിക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫിഗർ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പെർട്ടിക്കുലർ ഇമേജ് എടുത്തിട്ട് അതിനെ വേവ്ലെറ്റ് ബേസ്ഡ് ഡീകംപോസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ബാൻഡിൽ കിട്ടുന്ന ഇമേജസ് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് വേവ്ലെറ്റ് ഡീകംപോസിഷൻ. എന്തായാലും പഠിക്കുക നീറ്റായിട്ട്. നെക്സ്റ്റ് വരുന്ന ഇതിലടുത്തുള്ള ടോപ്പിക് വെക്ടർ ക്വാണ്ടൈസേഷൻ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് വെക്ടർ ക്വാണ്ടൈസേഷൻ. Okay, so it is also a coding technique. Here, vector quantization is a block code technique. Like it's a block code technique. Okay, here this is a quantization procedure. In this vector quantization, the technique will quantize block of data instead of particular individual samples. സാമ്പിൾസിന് പകരം ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റനായിരിക്കും നമ്മൾ എന്താക്കി മാറ്റുക, ബ്ലോക്ക് ഓഫ് ഡാറ്റനായിരിക്കും ഓർഡർ ആക്കിയിട്ട് അല്ലെങ്കിൽ ക്വാണ്ടൈസ് ചെയ്യുന്ന ഓർഡർ ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ ഓരോ പിക്സൽ വൈസ് അല്ലെങ്കിൽ ഓരോ സാമ്പിൾസ് വൈസ് നമ്മൾ കോഡാക്കുന്നതിന് പകരം ഒരു സെറ്റ് ഓഫ് ബ്ലോക്ക് ഓഫ് ഡാറ്റ നമ്മൾ ഉണ്ടാക്കും. ആ ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനെ നമ്മൾ സിംഗിൾ കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so this exploits the correlation existing between neighboring signal samples by quantizing them together. ഇപ്പോൾ നെയ്ബറിംഗ് സിഗ്നൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെയ്ബറിംഗ് സാമ്പിൾസിനെല്ലാം ഒരുമിച്ച് എടുത്തുകൊണ്ട് നമ്മൾ എന്താക്കി മാറ്റും, ഒരു കോഡാക്കിയിട്ട് മാറ്റുന്ന പ്രൊസീജിയറാണ് വെക്ടർ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് തിയറി പാർട്ടാണ് ചോദിക്കാനുള്ള സാധ്യത. പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടാവില്ല. കൂടുതലും നിങ്ങൾ അതിൻ്റെ തിയറി നീറ്റായിട്ട് പഠിച്ചു വെക്കുക. പോയിന്റ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ പഠിച്ചു.
You can draw this in just a schematic version. Okay, so ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. So what happened here is vector quantization explores the correlation existing between neighboring signal samples by quantizing them together. അപ്പം ഒരു പെർട്ടിക്കുലർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ആ ഇമേജിനെ ഡിഫറെൻറ്റ് പാർട്ടീഷൻ ആക്കിയിട്ട് മാറ്റും. ഒരു സെറ്റ് ഓഫ് സാമ്പിൾസിനെ ഒരുമിച്ചെടുക്കും അല്ല, അതിനെ നമ്മൾ ഒരുമിച്ച് ക്വാണ്ടൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ വെച്ചിട്ട് നമ്മൾ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടീഷൻ കഴിഞ്ഞു. ഇമേജസ് ആർ പാർട്ടീഷൻ വിത്ത് സെറ്റ് ഓഫ് നോൺ ഓവർലാപ്പിംഗ് ഇമേജ് ബ്ലോക്ക്. അതായത് ഒരു ബ്ലോക്കിലും മറ്റേ ബ്ലോക്കും തമ്മിൽ ഓവർലാപ്പിംഗ് ഉണ്ടാകാൻ പാടില്ല. അതായത് അതിൻ്റെ അകത്തുള്ള പിക്സൽസ് എല്ലാം എന്തായിരിക്കും, നെയ്ബറിംഗ് പിക്സൽ ആകാം, അല്ലെങ്കിൽ ഒരേ പിക്സൽസ് ആകും, ഒരേ ടൈപ്പ് പിക്സൽസ് ആകും. അപ്പോൾ അതിന് അങ്ങനെ ആ രീതിയിൽ അതിനെ ഡിഫറെൻറ്റ് ഇമേജ് ബ്ലോക്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മാറ്റും. ഓക്കെ, അപ്പം ഇതിൽ അതുപോലെ തന്നെ ഒരു കോഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ഷണറി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. കോഡ് ബുക്ക് എന്ന് പറയും നമ്മൾ, കോഡ് ബുക്ക്. ഓക്കെ ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ഒരുപാട് എൻട്രീസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന ഒരു കോഡ് വേർഡ് എന്നായിരിക്കും, കോഡ് വേർഡ്. ഓക്കെ, അപ്പോൾ ദ ക്ലോസസ്റ്റ് കോഡ് വേർഡ് ഇൻ ദ കോഡ് ബുക്ക് ഈസ് ദെൻ ഫൗണ്ട് ഫോർ ഈച്ച് ഇമേജ് ബ്ലോക്ക്. അപ്പോൾ ഓരോ ഇമേജ് ബ്ലോക്കിനും നമ്മൾ എന്ത് ചെയ്യും, കോഡ് ബുക്കിന് ഓരോ കോഡ് വേർഡ് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള കോഡ് വേർഡ് ആയിരിക്കും അസൈൻ ചെയ്തെടുക്കും. അപ്പം ഓരോ കോഡ് വേർഡ് ഓരോ പിക്സൽസ് നമ്മുടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും, ഡിഫറെൻറ്റ് ഇമേജ് ബ്ലോക്സ് ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഇമേജ് ഓരോ പാർട്ടീഷനും നമ്മൾ എന്ത് ചെയ്യും, ഈ കോഡ് ബുക്കിൽ നിന്ന് ഡിഫറെൻറ്റ് കോഡ് വേർഡ് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ കോഡ് വേർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സോ ഏറ്റവും മിനിമം യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഓരോ ഇൻപുട്ട് ബ്ലോക്കും നമ്മൾ കൺസിഡർ ചെയ്യും. ആ ഇൻപുട്ട് ബ്ലോക്കിന്റെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയർ വേണമെന്നില്ല. ഇപ്പം ഓരോ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ കോഡ് വേർഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസുമായിട്ടുള്ള എന്താ പറയുക, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കും. ആ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും മിനിമം യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഏത് വാല്യൂ ആയിട്ടാണെങ്കിൽ ആ പെർട്ടിക്കുലറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം പാർട്ടീഷൻസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് പാർട്ടീഷൻസ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതിനാണ് ഏറ്റവും മിനിമം യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഉള്ളത്, ഏത് വാല്യൂ ആയിട്ടാണ് ഏറ്റവും മിനിമം യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ ഇൻപുട്ട് ബ്ലോക്ക്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കോഡ് വേർഡ്സ് ഉണ്ടാവും. ആ കോഡ് വേർഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സസ് നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ചാനലിലേക്ക് കൂടി ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഇൻഡെക്സസ് ഉണ്ടാവും. അപ്പോൾ ഓരോ കോഡ് വേർഡ് ആക്കി മാറ്റും. ആ കറസ്പോണ്ടിങ് ഇൻഡെക്സ് വിൽ ബി ദർ ഫോർ എവറി കോഡ് വേർഡ് ആൻഡ് ദസ് ഇൻഡെക്സസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ചാനൽ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും. ആ ഇമേജിനെ ഡിഫറെൻറ്റ് സബ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ആ സബ് ബ്ലോക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡുകൾ നമ്മൾ നോക്കും. അപ്പോൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്, ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കും. ആ വാല്യൂ ആയിട്ട് എങ്ങനെയാണ് ഏറ്റവും മിനിമം യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഏറ്റവും മിനിമം യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് വേർഡ് നമ്മൾ ഓരോ ബ്ലോക്കിനും അസൈൻ ചെയ്ത് കൊടുക്കും. ആ കോഡ് വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏറ്റവും മിനിമം ബിറ്റ്സിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡെക്സസുകൾ ഉണ്ടാവും. ഓക്കെ, ഇൻഡിസസ് എന്ന് പറയും. അപ്പോൾ ആ ഇൻഡിസസ് ആയിരിക്കും നമ്മൾ ചാനലിലേക്ക് കൂടി നമ്മൾ ഡീകോഡിംഗ് സെക്ഷനിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ വെക്ടർ ക്വാണ്ടൈസേഷനിൽ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഒരു എൻറ്റയർ ഇമേജിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് മിനിമം നമ്പർ ഓഫ് ബിറ്റ്സിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് കോഡ്സ് ആക്കി മാറ്റിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ ഹിയർ.
ആൻഡ് ദോസ് കോഡ്സ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ചാനൽ ടു ദ ഡീകോഡർ. അപ്പോൾ ഡീകോഡർ സെക്ഷനിൽ നമ്മൾ എന്താ ചെയ്യും? ഡീകോഡർ സെക്ഷനിൽ ഇതിൻ്റെ റിവേഴ്സ് പ്രൊസീജിയർ ഉണ്ടാവും. ദാറ്റ് മീൻസ് വിൽ ബി ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട് വെക്ടർ യൂസ് അറ്റ് ഡീകോഡർ സെക്ഷൻ. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവും? ഈ ഡീകോഡർ സെക്ഷനിൽ നമ്മുടെ എൻ്റയർ ഇമേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആകെ അയച്ച എന്താണ്? നമ്മൾ ഈ കോഡ് മീൻ ഇൻഡെക്സസുകൾ മാത്രമാണ് അല്ലേ? ഓരോ കോഡ് വേർഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡെക്സസ് മാത്രമായിട്ട് നമ്മൾ ഡീകോഡറിലേക്ക് അയച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഡീകോഡറിൽ ഈ പറയുന്ന മറ്റുള്ള കോഡ് വേർഡ് അല്ലെങ്കിൽ ആ കോഡ് ഡിക്ഷണറി ഉണ്ടാവും, കോഡ് ബുക്ക് ഉണ്ടാവും. ആ കോഡ് ബുക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ തിരിച്ച് ഡീകോഡ് ചെയ്ത് എന്താക്കി മാറ്റും? ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, so each vector is called a code vector or a code book. Okay, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? For decoder like നമ്മുടെ compression is achieved because the indices of closest code word in the code book are sent to the decoder instead of image block. അല്ലെ, കംപ്ലീറ്റ് ഇമേജ് ബ്ലോക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് പകരം ആ ഇൻഡിസസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഡീകോഡർ സെക്ഷനിൽ യൂസിങ് ദ സെയിം കോഡ് ബുക്ക് വി ആർ decompress that particular image. Okay, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഇത് ഹൈ ലെവൽ ഓഫ് കംപ്രഷൻ നമുക്ക് ഇതിലേക്ക് കൂടി വെക്ടർ ക്വാണ്ടിസേഷനിലേക്ക് കൂടി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇതിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ തിയറി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് റിവിഷൻ